Hi students, so now we are going to discuss about closing entry. അപ്പോൾ നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലെ ക്ലോസിംഗ് എൻട്രീസിനെ കുറിച്ചാണ് അടുത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ യൂണിറ്റ് 9 ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ അതുപോലെ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ആണ് പറഞ്ഞത്. നെക്സ്റ്റ് ക്ലോസിംഗ് എൻട്രീസ് എന്ന് പറയുന്നത്. So which represent items of expenses and incomes, that is all nominal accounts which represent items of expenses and incomes are closed at the end of the accounting year by transfer either to trading account or profit and loss account. So ഇതിൽ പറയുന്നത് എന്താണ്? items of expenses and incomes. നമുക്ക് എക്സ്പെൻസുകൾ ഉണ്ട്, ഇൻകംസ് ഉണ്ട് അല്ലേ? ഇതെല്ലാം closed at the end of the accounting year. അക്കൗണ്ടിങ് ഇയറിന്റെ അവസാനം എന്ത് ചെയ്യുന്നുണ്ട്? ഇതെല്ലാം ക്ലോസ് ചെയ്തിട്ട് ഈ അക്കൗണ്ട് ഒക്കെ ക്ലോസ് ചെയ്തിട്ട് ട്രാൻസ്ഫർ എയ്തർ ടു ട്രേഡിംഗ് അക്കൗണ്ട് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്ത് ചെയ്യുന്ന പറയുന്നത്? ട്രേഡിംഗ് അക്കൗണ്ടിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും എഴുതുന്നുണ്ട്. The journal entries passed in such transfer are called closing entries. അപ്പൊ ഇങ്ങനെ പാസ് ചെയ്യുന്ന ജേർണൽ എൻട്രീനെ പറയാ ക്ലോസിംഗ് എൻട്രീസ്. അത്രേനെ പറയുന്നുള്ളൂ. ഇനി നമുക്ക് പ്രോബ്ലം നോക്കാം. അതായത് നമുക്കൊരു വർഷം അവസാനിക്കുന്ന സമയത്ത് എല്ലാ നോമിനൽ അക്കൗണ്ട്സും നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കോ ട്രാൻസ്ഫർ ചെയ്യും. അതായത് ക്ലോസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ക്ലോസ് ചെയ്യും അക്കൗണ്ടിങ് ഇയർ കഴിയുമ്പോൾ. ആ എമൗണ്ട് ബാലൻസ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലേക്കോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കോ ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? ക്ലോസിംഗ് എൻട്രീസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ് ഇതൊക്കെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എവിടെ എഴുതുന്നത്? ഡെബിറ്റ് സൈഡിൽ എഴുതുന്നത്. അതെന്തുകൊണ്ടാണെന്നാണ് നമുക്ക് ഇത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ക്ലോസിംഗ് എൻട്രിയിൽ ട്രേഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്താണ് ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, സെയിൽസ് റിട്ടേൺ അക്കൗണ്ട്, അതേപോലെ ഡയറക്റ്റ് എക്സ്പെൻസ് അക്കൗണ്ട്. അപ്പം ഇതെല്ലാം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ എന്താ ചെയ്യാറ്? ഡെബിറ്റ് ചെയ്യാണ് ചെയ്യാറ്. ഇതൊക്കെ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പിന്നെ സെയിൽസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട്. പർച്ചേസ് റിട്ടേൺ എന്താ ചെയ്യാം? നമ്മൾ ഏ സൈഡ് എഴുതാം? നമ്മൾ ക്രെഡിറ്റ് സൈഡ് വരുന്ന ഐറ്റംസ്, അതായത് ക്രെഡിറ്റ് ബാലൻസ് വരുന്ന, അപ്പൊ ട്രയൽ ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ബാലൻസ് ഫിഗർ വരുന്ന ഐറ്റംസ് ആണ് ഇവിടെ വരുന്നത്. അപ്പൊ സെയിൽസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു അതേപോലെ തന്നെ ട്രേഡിംഗ് അക്കൗണ്ട് ഇതൊക്കെ എന്താ ചെയ്യാം? നമ്മൾ ഇതെല്ലാം ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റംസ് ആണ്. സെയിൽസ് അക്കൗണ്ട് ഡെപ്റ്റർ, പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് ഡെപ്റ്റർ, സ്റ്റോക്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. അതായത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് ഇതൊക്കെ എന്ത് ചെയ്യാം? ക്രെഡിറ്റ് ചെയ്യുക. അപ്പൊ ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റംസിനൊക്കെ നമുക്ക് ഇങ്ങനെയാണ് ജേർണൽ എൻട്രി ചെയ്യുക. അപ്പൊ ക്ലോസിംഗ് എൻട്രീസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ട്രേഡിംഗ് അക്കൗണ്ടിലൊക്കെ ഡെബിറ്റ് ചെയ്യുന്നതും ക്രെഡിറ്റ് ചെയ്യുന്നതുമായ ആ ജേർണൽ എൻട്രിയാണ് ഇവിടെ വരുന്നത്. കുഴപ്പമില്ല, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതൊക്കെ ട്രേഡിംഗ് അക്കൗണ്ടിൽ വന്നിട്ടുള്ളതാണ്. അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ടിൽ എന്തൊക്കെ ഡെബിറ്റ് ചെയ്യുക? ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ്, സെയിൽസ് റിട്ടേൺ, ഡയറക്റ്റ് എക്സ്പെൻസ്, എല്ലാ എക്സ്പെൻസുകളും. പിന്നെയോ ക്രെഡിറ്റ് ചെയ്യുന്നത് എന്തൊക്കെയാണ്? അതാണ് നമ്മൾ ജേർണൽ എൻട്രി ഇങ്ങനെ എഴുതുക. സെയിൽസ് അക്കൗണ്ട്, പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട്, സ്റ്റോക്ക് അക്കൗണ്ട്, ഇത്രയും 3 ഐറ്റംസ് ആണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ അതെങ്ങനെ എഴുതും? സെയിൽസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ബൈ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് എഴുതും. സോ അങ്ങനെ എല്ലാം ബൈ എന്ന് പറഞ്ഞിട്ട് വരും. ഒന്നുമില്ല, നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ് എന്തൊക്കെയാണ് വരുന്നത്, ക്രെഡിറ്റ് സൈഡ് എന്തൊക്കെയാണ് വരുന്നത്, അതെങ്ങനെ വന്നു എന്നുള്ളതിന്റെ ജേർണൽ എൻട്രി ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്താ? എല്ലാ എക്സ്പെൻസസും ലോസസും നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. അതേപോലെ ഇൻകംസ് ആൻഡ് ഗെയിൻസ് ക്രെഡിറ്റ് ചെയ്യും. അപ്പൊ ജേർണൽ എൻട്രി എന്താ വരിക? ഇൻകംസ് ആൻഡ് ഗെയിൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മുടെ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ഡെബിറ്റ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എക്സ്പെൻസസ് ഓർ ലോസ് അക്കൗണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഡെബിറ്റ് ചെയ്തത്. അതേപോലെ എന്തൊക്കെ ക്രെഡിറ്റ്, ഇൻകംസ് ഒക്കെ ക്രെഡിറ്റ് ചെയ്യാൻ കാരണം എന്താണ്? ഇൻകംസ് ഓർ ഗെയിൻസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബൈ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ബൈ ഇൻകം പെട്ടെന്ന് എഴുതാം. ഇനിയോ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക നെറ്റ് പ്രോഫിറ്റ്. അപ്പൊ ജേർണൽ എൻട്രി എന്താണ്?
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് എമൗണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും ഇയർ എൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നോമിനൽ അക്കൗണ്ട് ഒക്കെ ബാലൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട് ഫൈനൽ അക്കൗണ്ട്സിലേക്ക്. അപ്പോൾ ആ ജേണൽ എൻട്രി ആണ് ഇത്. ഓക്കെ, ഇതിൽ ആ പ്രോബ്ലംസ് ജസ്റ്റ് അതുപോലെ എഴുതിക്കുകയാണ്. നേരത്തെ പ്രോബ്ലം, അപ്പോൾ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ 1,42,000. ഇതിലെ ക്വസ്റ്റ്യൻ ഇലിസ്ട്രേഷൻ 4 നോക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തന്ന ഐറ്റംസ് എഴുതുക. ട്രേഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് ടു ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ തന്നത് ഇതിലുണ്ടെങ്കിൽ എഴുതുക. അപ്പോൾ എന്തൊക്കെ ഡെബിറ്റ് ചെയ്യുക, നമുക്കറിയാം ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, സെയിൽസ് റിട്ടേൺ, ക്യാരേജ് ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, നമ്മൾ പറഞ്ഞതാണ്. ഈ ഐറ്റംസ് ഒക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. അതാണ് ട്രേഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റർ 2 എന്ന് പറഞ്ഞിട്ട് വരാൻ കാരണം. അതേപോലെ ക്രെഡിറ്റ് ചെയ്ത ഐറ്റംസ് ഒക്കെ നമ്മൾ സെയിൽസ് അക്കൗണ്ട് ഡെപ്റ്റർ, പർച്ചേസ് റിട്ടേൺ അക്കൗണ്ട് ഡെപ്റ്റർ, ക്ലോസിംഗ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെപ്റ്റർ ടു ട്രേഡിംഗ് അക്കൗണ്ട്. ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ എഴുതാം. പിന്നെ നമ്മൾ ബാലൻസ് ഫിഗർ എവിടേക്ക് മാറും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക്, ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ട്രേഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യും. പിന്നെയോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ ബാക്കി വരുന്ന എന്തൊക്കെ ഡെബിറ്റ് ചെയ്യും അതൊക്കെ എഴുതാം. റെന്റ്, റേറ്റ്, സാലറീസ് ഒക്കെ ഇങ്ങനെ എഴുതാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു റെന്റ്, ടു സാലറി, ടു സൺട്രി എക്സ്പെൻസ്, ടു ബാങ്ക് ചാർജസ്, ടു ഡിസ്കൗണ്ട്, carriage outward, postage, commission, interest, lighting and heating. ഇതൊക്കെ എന്താണ് ക്ലോസിംഗ് എൻട്രി ആയിട്ട് ഇങ്ങനെ എഴുതാം. പിന്നെ കിട്ടിയതൊക്കെ എന്ത് ചെയ്യും, ഇൻകം കിട്ടുമ്പോൾ കമ്മീഷൻ റിസീവ്ഡ് അക്കൗണ്ട് ഡെപ്റ്റർ, ഡിസ്കൗണ്ട് റിസീവ്ഡ് അക്കൗണ്ട് ഡെപ്റ്റർ, ഇൻകം ഫ്രം ഇൻവെന്ററി അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ്. സാധാരണ നമുക്ക് പ്രോബ്ലം ചെയ്യാനാണ് തരിക, സാധ്യത കുറവാണ്. ഓക്കെ, എന്നാലും മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്, കമ്മീഷൻ റിസീവ്ഡ് അക്കൗണ്ട് ഡെപ്റ്റർ ഇത്ര വന്നിട്ടുണ്ട്. സോ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ബൈ കമ്മീഷൻ, ഡിസ്കൗണ്ട് റിസീവ്ഡ് അക്കൗണ്ട് 750 ബൈ ഡിസ്കൗണ്ട് റിസീവ്ഡ് പറഞ്ഞിട്ട് എഴുതും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അങ്ങനെ നമ്മൾ ആ പ്രോബ്ലത്തിൽ പറഞ്ഞ എല്ലാം ഇതുപോലെ അവസാനം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ബാലൻസ് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. നാലാമത്തെ ഇലിസ്ട്രേഷൻ അതേപോലെ ചെയ്യാം. അപ്പോൾ ഇതിൽ ഐറ്റംസ് അറിഞ്ഞാൽ മതി, ഡെബിറ്റ് എന്താ ക്രെഡിറ്റ് എന്താ. ഓക്കെ, മനസ്സിലായല്ലോ. ഒന്നുമില്ല, നമ്മൾ എങ്ങനെയാണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ കുറേ ഐറ്റം, ക്രെഡിറ്റ് സൈഡിൽ കുറേ ഐറ്റം എങ്ങനെ വന്നു ജേണൽ എൻട്രിയിലൂടെയാണ് അല്ലേ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് ആണ്. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ ഒരു ഫോർമാറ്റ് തന്നിട്ടുണ്ട്. വ്യത്യാസം കേട്ടോ, നമ്മൾ ലേറ്റസ്റ്റ് ഫോർമാറ്റ് ഇതുപോലൊന്നുമല്ല. എന്നാലും ഡെബിറ്റ്, ക്രെഡിറ്റ്, ലയബിലിറ്റീസ്, അസറ്റ്, എമൗണ്ട് കോളം വേണമെങ്കിൽ ഇന്നർ കോളം കൂടി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ലയബിലിറ്റീസിൽ വരുന്നത് കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ, കറണ്ട് ലയബിലിറ്റീസിന്റെ പ്രത്യേകത എന്താ, നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു കൊടുക്കേണ്ട ലയബിലിറ്റിയാണ്, ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കേണ്ട ലയബിലിറ്റിയാണ്. അതിൽ വരുന്ന ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ബാങ്കിൽ നമ്മൾ ഡെപ്പോസിറ്റ് ഉള്ളതിനേക്കാൾ കൂടുതൽ വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയും. അപ്പോൾ അതൊരു ലയബിലിറ്റിയാണ്. ബിൽസ് പേയബിൾ എന്ന് പറയുന്നത് എന്താ, നമുക്ക് ലയബിലിറ്റിയാണ്. സൺഡറി ക്രെഡിറ്റ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രകാരം നമുക്ക് ലയബിലിറ്റിയാണ്. സൺഡറി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാലും നമ്മൾ കൊടുക്കാനുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇത്രയാണ് കറണ്ട് ലയബിലിറ്റിയിൽ. പിന്നെ ലോങ് ടേം ലയബിലിറ്റീസ് വരുന്നത് വർഷങ്ങൾ കൂടുതൽ, ലോണ്, മോർഗേജ്, ഇതൊക്കെയാണ് വരിക. പിന്നെ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ എഴുതാം, നമ്മുടെ തന്നിട്ടുള്ള ട്രയൽ ബാലൻസിലുള്ള. ആഡ് നെറ്റ് പ്രോഫിറ്റ്, ഈ വർഷം നമ്മൾ കണ്ടുപിടിച്ച നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യും. പിന്നെ കിട്ടുന്ന എമൗണ്ട് എന്ന് ലെസ് ഡ്രോയിങ്സ് കുറച്ചിട്ടുള്ള എമൗണ്ട് എഴുതും. സാധാരണ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിൽ വരുന്ന ലയബിലിറ്റി സൈഡിലെ ഐറ്റംസ് ആണ് പറഞ്ഞത്. അപ്പോൾ കറണ്ട് ലയബിലിറ്റി, ഓക്കെ, പിന്നെ ലോങ് ടേം ലയബിലിറ്റി. ഇനി അടുത്തത് കറണ്ട് അസറ്റ് ആണ്. കറണ്ട് അസറ്റിന്റെ പ്രത്യേകത എന്താ, എത്രയും പെട്ടെന്ന് ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ക്യാഷ്, ബാങ്ക് ഒക്കെ എന്താണ്, പെട്ടെന്ന് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ബാങ്ക് ബിൽസ് റിസീവബിൾ,
ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രകാരം നമുക്ക് പൈസ കിട്ടാനുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ പോയിട്ട് അത് ബാങ്കിൽ എന്ത് ചെയ്താൽ മതി, വെച്ചിട്ട് നമുക്ക് പൈസ കിട്ടും. സോ അത് ലിക്വിഡ് അസറ്റ് ആണ്. ദെൻ സൺഡ്രി ഡെറ്റേഴ്സ്, നമ്മൾ കസ്റ്റമർക്ക് സാധനം വിറ്റു പൈസ കിട്ടിയിട്ടില്ല, സോ അത് എപ്പോൾ വേണമെങ്കിലും കിട്ടാവുന്ന ഒരു പൈസയാണ്. സോ അതൊരു അസറ്റ് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കമ്പനിയുടെ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഗുഡ്സ്, ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. അപ്പോൾ ഈ ഫിനിഷ്ഡ് ഗുഡ്സ് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ സെയിൽ ചെയ്യാം. സെയിൽ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ക്യാഷ് കിട്ടും. അപ്പോൾ അതൊരു അസറ്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫിക്സഡ് അസറ്റ്, ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് ഫിക്സഡ് അസറ്റുകൾ, വെഹിക്കിൾ, ഫർണിച്ചർ, ദെൻ ബിൽഡിംഗ് ഒക്കെ വരും. പിന്നെ ഗുഡ് വിൽ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫോർമാറ്റ്. ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്, ഗുഡ് വിൽ കാണാനും തൊടാനും പറ്റില്ല, പക്ഷെ അസറ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫോർമാറ്റ്. ബാലൻസ് ഷീറ്റിന്റെ പഠിക്കണം, അറിയാത്തവർ, പഠിക്കാത്തവർ. ഓക്കെ, ബാലൻസ് ഷീറ്റിൽ രണ്ട് സൈഡാണുള്ളത്, അസറ്റ് സൈഡും ഉണ്ട്, ലയബിലിറ്റി സൈഡും. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, കമ്പനിക്കുള്ള ബാധ്യതകൾ. അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, കമ്പനിക്ക് കയ്യിലുള്ള അസറ്റുകൾ. അപ്പൊ ലയബിലിറ്റിയിൽ എന്തൊക്കെ വന്നിട്ടുണ്ട്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, അത് കറണ്ട് ലയബിലിറ്റി ആണ്, പെട്ടെന്ന് കൺവേർട്ട് ആക്കി കൊടുക്കാനുള്ളതാണ്. ബിൽസ് പേബിൾ, ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രകാരം കൊടുക്കാനുള്ളതാണ്. ക്രെഡിറ്റേഴ്സ് നമ്മുടെ കടക്കാരാണ്, നമ്മൾ പൈസ കൊടുക്കാനുള്ളവരാണ്. ലോങ് ടേം ലയബിലിറ്റിയിലാണ്, ഇപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു, മോർഗേജ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ ലോങ് ടേം, ഇതൊക്കെ ലോങ് ടേം ലയബിലിറ്റി. അതിൽ തന്നെയാണ് വരുന്നത് ക്യാപിറ്റൽ. അപ്പോൾ അത് നമ്മുടെ മുതലാളിമാർ കൊണ്ടുവന്നതാണെങ്കിൽ കൂടി അത് കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ലയബിലിറ്റി ആണ്. സോ ലയബിലിറ്റി സൈഡാണ് എഴുതുക. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ എഴുതുക, ഈ വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് എഴുതുക. അപ്പോൾ കിട്ടുന്നത് ലെസ് ഡ്രോയിങ്, അപ്പോൾ കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മൾ പുറത്ത് എഴുതുന്നത്. അങ്ങനെ പിന്നെ നമ്മൾ അസറ്റ് സൈഡാണ്. കറണ്ട് അസറ്റ് പറഞ്ഞാൽ പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റുന്നത്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, സെയിൽസ് റിസീവബിൾ, ബിൽ ഓഫ് എക്സ്ചേഞ്ച് പ്രകാരം കിട്ടാനുള്ളത്. സൺഡ്രി ഡെറ്റേഴ്സ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഇതൊക്കെ പെട്ടെന്ന് നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടാൻ സാധിക്കുന്ന അസറ്റുകളാണ്. ഇനി പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഫിക്സഡ് കോസ്റ്റ്, മെഷീനറി, ഇതൊന്നും നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റില്ല, ഗുഡ് വില്ലൊക്കെ. സോ അത് ടൈം എടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റ്. സോ ഫിക്സഡ് അസറ്റ്, കറണ്ട് അസറ്റ്, അതേപോലെ കറണ്ട് ലയബിലിറ്റി, ലോങ് ടേം ലയബിലിറ്റി, ടോട്ടൽ ചെയ്ത ടാലി ആവണം. അതാണ് ബാലൻസ് ഷീറ്റിന്റെ പ്രത്യേകത. ഇനി നമുക്കൊരു പ്രോബ്ലം ഉണ്ട്. ക്യാപിറ്റൽ 12 lakh, നെറ്റ് പ്രോഫിറ്റ് 2018 6 lakh, ബിൽസ് പേബിൾ 40,000, ഡെപ്റ്റേഴ്സ് 2,50,000. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 7 lakh, പ്ലാന്റ് ആൻഡ് മെഷീനറി 4 lakh, ഫർണിച്ചർ ആഫ്റ്റർ ഡിപ്രീസിയേഷൻ 50,000, ഇൻവെസ്റ്റ്മെന്റ് എന്ന് തന്നിട്ടുണ്ട് ഐറ്റംസ്. നമുക്കത് നോക്കാം. ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാൻ മാത്രമുള്ളതാട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കിയാൽ മതി. ക്യാപിറ്റൽ എവിടെ എഴുതുക, ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡ്. നെറ്റ് പ്രോഫിറ്റോ, അതും ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡ്. എന്ത് ചെയ്യണം എന്നാ പറഞ്ഞ, ക്യാപിറ്റലിന്റെ കൂടെ ആഡ് ചെയ്യണം. ബിൽസ് പേബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ലയബിലിറ്റി ആണ്, എവിടെ എഴുതുക, ലയബിലിറ്റി സൈഡ് ആണ് എഴുതുക അല്ലേ. ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അസറ്റ് ആണ്, ഒരു കമ്പനി സംബന്ധിച്ചുള്ള കറണ്ട് അസറ്റിലാണ് എഴുതുക. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഫിക്സഡ് അസറ്റ് ആണ്, ഫിക്സഡ് അസറ്റിന്റെ അണ്ടറിൽ ബാലൻസ് ഷീറ്റിൽ എഴുതും. ലാൻഡ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, ഇതെല്ലാം നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡ് എഴുതും, ഫിക്സ്ഡ് അസറ്റിന്റെ അണ്ടറിൽ എഴുതും. ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞിട്ട് എഴുതും. ക്രെഡിറ്റേഴ്സ് കറണ്ട് ലയബിലിറ്റിയിൽ എഴുതും. കറണ്ട് ലയബിലിറ്റി ആണ് ക്രെഡിറ്റേഴ്സ്, നമ്മൾ കൊടുക്കാനുള്ളവരാണ്. അതേപോലെ ട്രേഡ് മാർക്ക്, അതൊരു അസറ്റ് ആണ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമ്മൾ അസറ്റ് സൈഡ് എഴുതും, അതായത് ഫിക്സ്ഡ് അസറ്റ് കഴിഞ്ഞിട്ട് എഴുതും. പിന്നെ ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ അതൊരു അസറ്റ് ആണ്, ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡ് എഴുതും. ലോൺ എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി ആണ്, ലയബിലിറ്റി സൈഡ് എഴുതും. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, കറണ്ട് അസറ്റ്, പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റും. ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളതും പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റും, അത് കറണ്ട് അസറ്റ് ആണ്. ലൂസ് ടൂൾസ് എന്ന് പറഞ്ഞാൽ എന്താ, അതും അസറ്റ് ആണ്, ഫിക്സ്ഡ് അസറ്റ് ആണ്. മെറ്റീരിയൽസ് ഒക്കെ, ടൂൾസ്. ഗുഡ് വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്റ്റീഷ്യസ് അസറ്റ് ആണ്, ഫിക്സ്ഡ് അസറ്റിന് താഴെ എഴുതും. അതേപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് ആണ്, നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റും. അതായത് ഫിനിഷ്ഡ് പ്രൊഡക്ട്സിന്റെ സ്റ്റോക്കിനെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ഉള്ളത്. നമ്മളത് എങ്ങനെ ചെയ്തു നോക്കാം. അപ്പോൾ കറണ്ട് ലയബിലിറ്റി, കറണ്ട് അസറ്റ് ഹെഡിങ് കൊടുക്കുക. ബാലൻസ് ഷീറ്റ് ഓഫ് ദീപക് ബ്രദേഴ്സ് ആസ് ഓൺ 31st 2018.
ഓക്കെ, അങ്ങനെ അസറ്റ് സൈഡും ഉണ്ട് ലയബിലിറ്റി സൈഡും ഉണ്ട്. ലയബിലിറ്റിയിൽ കറണ്ട് ലയബിലിറ്റി, ലോങ് ടേം ലയബിലിറ്റി അല്ലേ, ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആദ്യം കറണ്ട് ലയബിലിറ്റി എഴുതുക. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബിൽസ് പേയബിൾ, സൺഡ്രി ക്രെഡിറ്റ്. ലോങ് ടേം ലയബിലിറ്റീസിലോ ലോൺ എമൗണ്ട്, ക്യാപിറ്റൽ ജനുവരിയിലെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുക, ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്ത് എഴുതുക. ഇതിൽ അസറ്റ് സൈഡ് ആണ് എപ്പോഴും നമ്മൾ അസറ്റ് സൈഡ് ആദ്യം എഴുതിയാൽ മതി. ഐറ്റംസ് നമ്മൾ മിസ് ചെയ്യാതെ എല്ലാം ടിക്ക് ഇട്ടിട്ട് ഉണ്ടോ നോക്കണം. അപ്പോൾ അസറ്റ് സൈഡ് വരുന്നത് കറണ്ട് അസറ്റ് ആണ്. കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റുന്ന അസറ്റുകളാണ്. ക്യാഷ് ഇൻ ഹാൻഡ്, ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞാൽ കിട്ടാനുണ്ട് അല്ലെ, അസറ്റ് ആണ്. സൺഡ്രി ഡെറ്റേഴ്സ്, ക്യാഷ് ഇൻ സ്റ്റോക്ക് ഇൻ ഹാൻഡ്, ക്ലോസിംഗ് സ്റ്റോക്ക്, അതും അസറ്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് അസറ്റ് ആണ്. ഇനി ഫിക്സ്ഡ് അസറ്റിൽ വരുന്ന എന്താ, ലൂസ് ടൂൾസ്, ഫർണിച്ചർ, പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, ട്രേഡ് മാർക്ക്, ഗുഡ്. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും തരാത്തൊരു പ്രോബ്ലം ആണെന്ന് വിചാരിക്കുക. അതേപോലെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ നേരെ എഴുതിയാൽ മതി. രണ്ട് സൈഡും ടാലി ആയാൽ നമ്മുടെ പ്രോബ്ലം ശരിയായി. ഇതാണ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, പ്ലസ് ടുവിന് പഠിച്ചതായിരിക്കും, എന്നാലും മനസ്സിലാക്കുക ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡ്, ലയബിലിറ്റി സൈഡ്. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം അടുത്ത ക്ലാസ് നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യുക. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.